കേരള ക്രിക്കറ്റിന് അഭിമാനിക്കാം. മറ്റൊരു IPL സീസണ് ഏപ്രിൽ 3-ന് തുടക്കമാകുമ്പോൾ കേരളത്തിൽ നിന്ന് 7 പേരാണ് വിവിധ IPL ടീമുകൾക്ക് വേണ്ടി കളിക്കുക. ശ്രീശാന്ത്, പ്രശാന്ത് പരമേശ്വരൻ, റൈഫി വിൻസെന്റ് തോമസ്, പി പ്രശാന്ത്, സന്ദീപ് വാര്യർ, സഞ്ജു സാംസൺ, സച്ചിൻ ബേബി എന്നീ രഞ്ജി താരങ്ങളാണ് ഇത്തവണ IPL-ലെ മലയാളി സാന്നിധ്യം. രഞ്ജി ട്രോഫിയിലും വിജയ് ഹസാരെ ട്രോഫിയിലും മുഷ്താഖ് അലി ട്രോഫിയിലും കാഴ്ചവെച്ച മികച്ച പ്രകടനമാണ് ഇത്രയധികം പേർക്ക് ദേശീയ ടൂർണമെന്റിൽ കളിക്കാൻ അവസരമൊരുക്കിയത്. IPL-ലെ ഈ വൻ പ്രാതിനിധ്യം കേരള ക്രിക്കറ്റിന് എത്രത്തോളം ഗുണം ചെയ്യും? കളിയിലേക്ക് പണം ഒഴുകുമെന്നല്ലാതെ കേരളത്തിന്റെ ക്രിക്കറ്റിന്റെ നിലവാരം ഉയർത്താൻ IPL-ലെ പ്രാതിനിധ്യം സഹായിക്കുമോ? ഞങ്ങൾക്കും പറയാനുണ്ട്. ഈ ആഴ്ച ഈ വിഷയം ചർച്ച ചെയ്യുന്നു. നമ്മുടെ ഗസ്റ്റ് പാനലിൽ രഞ്ജി താരം സോണി ചെറുവത്തൂർ, മുൻ രഞ്ജി താരവും സ്റ്റേറ്റ് അമ്പയർ പാനൽ ടീമുമായ അനന്തപത്മനാഭൻ, സ്പോർട്സ് ലേഖകനും മാതൃഭൂമി ചീഫ് റിപ്പോർട്ടറുമായ വിശ്വനാഥൻ, CCL താരം വിവേക് ഗോപൻ, MLA-യും ക്രിക്കറ്റ് ആരാധകനുമായ PC വിഷ്ണുനാഥ്, സായി കോച്ച് റോബിൻ മേനോൻ, അതോടൊപ്പം ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന, ക്രിക്കറ്റ് കളിക്കുന്ന പുതിയ തലമുറയുടെ ഒരു വലിയ പങ്കാളിത്തവും ഇന്നത്തെ ഷോയ്ക്കൊപ്പമുണ്ട്. ആദ്യം ശ്രീ അനന്തപത്മനാഭൻ, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം 4 പേരായിരുന്നെങ്കിൽ ഇത്തവണ 7 പേർക്ക് IPL-ൽ കളിക്കാൻ കേരളത്തിൽ നിന്ന് അവസരം കിട്ടിയിരിക്കുന്നു. കേരളത്തിലെ ആഭ്യന്തര ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഗുണം ചെയ്യും ഈ IPL-ലെ വലിയ പ്രാതിനിധ്യം? ഇതിൽ 2 കാര്യമായിട്ടാണ് നോക്കാനുള്ള. ഒന്ന് വന്നിട്ട് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എക്സ്പോഷർ. കാരണം നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫോറിൻ പ്ലെയേഴ്സായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള, കാരണം ഡ്രസ്സിംഗ് റൂം ഷെയർ ചെയ്യാനുള്ളൊരു അവസരമാണ് ഏറ്റവും കൂടുതലായിട്ട് പ്രാധാന്യമായിട്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അവരെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു മാച്ചിന് പോകുമ്പോൾ ലോങ്ങർ വേർഷൻ മാച്ചിലായാലും അല്ലെങ്കിൽ ഒരു ഷോർട്ടർ വേർഷൻ മാച്ചിലായാലും അവരുടെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്, മെൻ്റൽ മേക്കപ്പ് എങ്ങനെയാണ്, അവരെങ്ങനെയാണ് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡെയിൽ സ്റ്റെയിനെ പോലുള്ള ഒരു ഫാസ്റ്റ് ബോളറിനെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല, നമുക്ക് കളിക്കാൻ ഒരു അവസരം കിട്ടുന്നു. അപ്പോൾ നെറ്റ്സിൽ ഷെയർ ചെയ്യുന്ന സമയത്തിൽ എങ്ങനെ ബോൾ ചെയ്യുന്നു, അങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്തിൽ ഒരുപാട് നമുക്ക് പഠിക്കാൻ പറ്റും. അതേപോലെ ഇപ്പം മുരളീധരൻ കളിക്കുന്ന സമയത്ത് ഒരു സ്പിന്നർ ഉണ്ടെങ്കിൽ എങ്ങനെ ബോൾ ചെയ്യണം, എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. അതേപോലെ ഡ്രാവിഡായിട്ടോ അല്ലെങ്കിൽ സച്ചിനായിട്ടോ അങ്ങനത്തെ ബാറ്റ്സ്മാരായിട്ട് കളിക്കുമ്പോൾ തീർച്ചയായിട്ടും ബാറ്റ്സ്മാർക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ ഇതിൽ തീർച്ചയായിട്ടും ബാക്കിയുള്ള ഈ പ്ലെയേഴ്സിന് എക്സ്പോഷർ മീൻസ് കേരളത്തിൽ നിന്ന് പോയ ഈ 7 പേർക്കും ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ കേരളത്തിലെ ക്രിക്കറ്റിന്, ക്രിക്കറ്റ് പ്രേമികൾക്ക് എത്രത്തോളം മോട്ടിവേഷനാണ്, എത്രത്തോളം ഗുണം ചെയ്യുമെന്ന് കരുതുന്നു? തീർച്ചയായും വലിയൊരു മോട്ടിവേഷനാണ്. കാരണം ഇവിടെ ഒരുപാട് നല്ല പ്രതിഭാശാലികളായ കളിക്കാരുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ആകെ ഉണ്ടായിരുന്ന പരിമിതമായ അവസരം ഇന്ത്യയുടെ ടീമിലെത്തുക എന്നുള്ളതാണ്. അനന്തപത്മനാഭൻ 6 വർഷം കേരള ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു, കഴിഞ്ഞില്ല. ആകെ ടിനു യോഹനാനും ശ്രീശാന്തിനും മാത്രമേ കഴിഞ്ഞുള്ളൂ. അപ്പോൾ ഈ 7 പേർക്ക് ഇന്ത്യയിലെ ഇപ്പോൾ സച്ചിനോട് കളിക്കാൻ, ദ്രാവിഡിനോടൊപ്പം കളിക്കാൻ കഴിയുന്നു, ലോകോത്തര താരങ്ങൾക്കൊപ്പം കളിക്കാൻ കഴിയുന്നു. ആ എക്സ്പീരിയൻസ് അവരുടെ കോൺഫിഡൻസ് ലെവൽ വല്ലാതെ ഉയർത്തും. അപ്പോൾ ഇവർ ഈ 7 പേർക്കും, അതുകൂടാതെ തന്നെ കേരളത്തിൽ നിന്നും ഇനിയും ചില ആളുകൾ ദൗർഭാഗ്യവശാൽ IPL വരാതെ പോയ ചില കളിക്കാരുണ്ട്. അവർക്കടക്കം ദേശീയ ടീമിൽ കളിക്കാൻ ഉള്ള ഒരു കോൺഫിഡൻസ് ലെവൽ വല്ലാതെ ഉയർത്താൻ അവരുടെ ഈ IPL പ്രവേശം കാരണമാകും. പിന്നെ കേരളത്തിൻ്റെ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ക്രിക്കറ്റിൽ വലിയൊരു കോൺസെൻട്രേഷൻ വീണ്ടും പുതിയ തലമുറയ്ക്ക് ഉണ്ടാകുന്നതിന് കൂടി ഇവരുടെ IPL പ്രവേശം, കാരണം IPL ഒരു ചെറുപ്പക്കാരുടെ ഉത്സവമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പണ്ടൊരു വൺഡേയിലും ടെസ്റ്റിലും കളിക്കുന്ന താരങ്ങൾക്ക് മാത്രമാണ് വിസിബിലിറ്റി. ഇപ്പോൾ ദേശീയ ശ്രദ്ധ, പണം, പ്രശസ്തി ഇതൊക്കെ എളുപ്പത്തിൽ കിട്ടാൻ കുറച്ചുകൂടി IPL ടൂർണമെന്റ് സഹായിക്കുന്നില്ലേ കളിക്കാരെ? കൂടുതൽ കളിക്കാർക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടുന്നില്ലേ? നമ്മുടെ കേരള ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ടാലൻറ്റുള്ള പ്ലെയേഴ്സ് ഇല്ല എന്നതല്ല നമ്മുടെ അവസ്ഥ. മുമ്പ് അനന്തപത്മനാഭനായാലും സുനിൽ ഓസീസ് ആയാലും സുരേഷ് ആയാലും ഇങ്ങനെയുള്ള വലിയ ഇന്ത്യൻ ടീമിൽ കളിക്കാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ള കളിക്കാർ നമുക്ക് ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും തന്നെ ഇവർക്ക് ഒരു നാഷണൽ ലെവലിൽ കളിച്ച് തെളിയിക്കാനുള്ള ഒരു അവസരം കിട്ടിയിരുന്നില്ല. ഇന്ന് നമ്മൾ IPL-നെ കാണേണ്ടത് ഇത് നാഷണൽ ടീമിലേക്കുള്ള ഒരു സെലക്ഷൻ ട്രയൽസ് ആയിട്ടാണ്. IPL-ലെ പ്രകടനം കൊണ്ട് മാത്രം ഇന്ത്യൻ ടീമിൽ തിരിച്ചെത്തുകയോ ഇന്ത്യൻ ടീമിൽ സ്ഥാനം നേടുകയോ ചെയ്ത കളിക്കാരെ നമുക്ക് കാണാൻ കഴിയും. യൂസഫ് പട്ടാൻ്റെ ഇന്ത്യൻ ടീമിലേക്കുള്ള പ്രവേശനത്തിന് വലിയൊരു ഘടകം IPL ആയിരുന്നു. അതേപോലെ തന്നെ ലക്ഷ്മിപതി ബാലാജി എന്ന പേസ് ബോളർ വളരെ കാലം ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്തുപോയി പരിക്കുമെല്ലാം അലട്ടി വല്ലാത്ത രീതിയിൽ അയാളെ കരിയർ തീർന്നു എന്ന അവസ്ഥയിൽ നിന്ന് അയാൾ വീണ്ടും ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വന്നു. 2020 വേൾഡ് കപ്പിൽ കളിക്കാൻ അവസരം ഒരുക്കിയത് എല്ലാം IPL-ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ കളിക്കാർക്ക് നാഷണൽ ലെവലിൽ വലിയൊരു സ്റ്റേജിൽ പോയി കളിച്ച് അവരുടെ പെർഫോം ചെയ്ത് തെളിയിക്കാനുള്ള ഒരു അവസരമാണ് ഇന്ത്യൻ ടീമിലേക്ക് വഴി തുറന്നു കിട്ടാനുള്ള ഏറ്റവും വലിയൊരു അവസരമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഓപ്പർച്യൂണിറ്റി അതുതന്നെയാണ്, ശരിയായ സമയത്ത് കിട്ടുന്ന അവസരങ്ങൾ, അതാണ് ഏറ്റവും പ്രധാനം. ഒരുപാട് വർഷം രഞ്ജി ട്രോഫിയിലൊക്കെ കളിച്ച ശേഷമാണ് സെലക്ടർമാരുടെ ഒരു ശ്രദ്ധ പണ്ടൊക്കെ നേടിയിരുന്നത്. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ സെലക്ടർമാരുടെ ശ്രദ്ധ നേടാം. ദേശീയ ടീമിലേക്ക് ഒരു ഷോർട്ട് എൻട്രി അങ്ങനെ ആയില്ല IPL ടൂർണമെന്റുകൾ. ഒരുപക്ഷെ ചില പ്രത്യേക ഇൻസ്റ്റൻസുകൾ മൻപ്രീത് സിംഗ്
IPL അത് തന്നെ അത്ര തന്നെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അത്ര തന്നെ തൻ്റെ കഴിവ് തെളിയിക്കാതെ ഒരു IPL ഷോർട്ട് കട്ടിലൂടെ ഇന്ത്യൻ ടീമിലേക്ക് കയറിയ ചുരുക്കം ചില പേരുണ്ടാകും. പക്ഷേ IPL എന്ന് എനിക്ക് തോന്നുന്നത് അത് ഇത്ര വലിയൊരു വേദിയാകുന്നത് അതിൻ്റെ ക്വാളിറ്റി തന്നെയാണ്. ഇപ്പോൾ ഒരു IPL ടീമിൽ എല്ലാവരും കിട്ടുകയാണ്. വിജയ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ ഇത്രയും സക്സസ് ആവാനുള്ളൊരു കാരണമായി അദ്ദേഹത്തിൻ്റെ കോച്ച് ചൂണ്ടിക്കാണിച്ചത് ഇന്ത്യ കളിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ഇന്ത്യ കളിച്ചതിന് ശേഷം ഉടനെ തന്നെ ഇൻ്റർനാഷണൽ ബോളേഴ്സിനെ കളിച്ചുള്ള ഒരു കോൺഫിഡൻസ്. ഡെയിൽ സ്റ്റെയിനെ കളിച്ച് അദ്ദേഹത്തിനെ നേരിടാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ കളിക്കുമ്പോൾ അദ്ദേഹത്തിന് ആ കോൺഫിഡൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ക്ലാസ് കളിക്കുമ്പോഴൊക്കെ തന്നെ ആ ഒരു കോൺഫിഡൻസും എനർജിയൊക്കെ അദ്ദേഹത്തിൻ്റെ കളിയിലേക്ക് വരുന്നുണ്ട്. തീർച്ചയായിട്ടും IPL അതുകൊണ്ട് തന്നെ അവിടെ പെർഫോം ചെയ്യുന്നതിന് വെയിറ്റേജ് കൊടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ തൻ്റെ കഴിവ് തെളിയിക്കാതെ IPL മാത്രം എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് കിട്ടുന്ന റൺസാണ്. അതും ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലും IPL പെർഫോം ചെയ്താൽ മാത്രം നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ത്യൻ ടീമിലേക്ക് വാതിൽ തുറക്കുന്നതാണ് നല്ലത്. ഒരു സെക്കൻഡ് തേർഡ് ലെവലിൽ നിൽക്കുന്ന ഒരു ജില്ലാ ലീഗ് കളിക്കുന്ന കളിക്കാർക്ക് ഇവർക്കൊക്കെ ഒരുപാട് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളല്ലേ? കളിക്കാർക്ക് എത്രത്തോളം അവരൊക്കെ എത്രത്തോളം പ്രോത്സാഹജനകമാണ് ഇത്തരം തീരുമാനങ്ങൾ? ഇത് ആദ്യമായിട്ടാണ് ഇത്രയും 7 കളിക്കാരിങ്ങനെ IPL ലീഗ് കളിക്കുന്നത്. പിന്നെ പല പ്ലെയേഴ്സുണ്ട് അവിടെ. ഇപ്പോഴും നമുക്ക് പേരെടുക്കാം. ജഗദീഷ് രഞ്ജി ട്രോഫി ലെവലിൽ ഓൾമോസ്റ്റ് 3rd ഹയസ്റ്റ് സ്കോററാണ്. ഇതുവരെ ജഗദീഷിന് ഒരു ചാൻസ് കിട്ടിയില്ല. ഐ തിങ്ക് ജഗദീഷിന് ഒരു ചാൻസ് കിട്ടണമായിരുന്നു. അതേപോലെ പല പ്ലെയേഴ്സ്, ഇപ്പോൾ റേഫി വിൻസെൻ്റ് ഗോമസ്, റോബർട്ട് ഫെർണാണ്ടസ്, അഭിഷേക് ഹെഗ്ഡെ, ഒരുപാട് പ്ലെയേഴ്സ് ഇപ്പോഴും ഉണ്ട് നമുക്ക്. അപ്പോൾ അവർക്കൊരു ഇൻസ്പിറേഷൻ ആകണം. കൊച്ചു പിള്ളേർ, വരുന്ന ജൂനിയർ പിള്ളേരുണ്ട്, അവർക്കൊരു ശരിക്കും ഇതൊരു ഇൻസ്പിറേഷൻ ആകും. വിവേക് ഗോപൻ, CCLന് പോലും തിങ്ങി നിറഞ്ഞ ആൾക്കൂട്ടം നമുക്കറിയാം ഗാലറിയിൽ എങ്ങനെയായിരുന്നുവെന്ന്. IPL ഇത്രയും ഒരു പക്ഷേ വലിയ ഗ്ലാമറിൻ്റെ കളിക്ക് ഉപരി ഗ്ലാമറിൻ്റെ മേള എന്ന് പോലും വിശേഷിപ്പിക്കുന്ന IPL ഇത്രയധികം മലയാളി കളിക്കാർ കളിക്കുമ്പോൾ അത് നമ്മുടെ ക്രിക്കറ്റിന് എത്രത്തോളം ഗുണം ചെയ്യുമെന്ന് വിവേക് വിചാരിക്കുന്നു? ഇന്നിപ്പോൾ IPL വന്നതിന് ശേഷം ഈച്ച് ആൻഡ് എവറി പ്ലേയേഴ്സിന് ഒരേപോലെ ചാൻസാണ്. നാളെ ഇന്നല്ലെങ്കിൽ നാളെ ആർക്കാണോ IPL കളിക്കാനുള്ള ഇതുണ്ട്. അപ്പം അത്രത്തോളം ഈ ക്രിക്കറ്റ് താഴോട്ട് ഇറങ്ങി തുടങ്ങി. IPL 7 കളിക്കാർ IPL ഇത്തവണ കളിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് കേട്ടിട്ട് എന്താണ് തോന്നിയത്? വരുന്ന തലമുറയ്ക്ക് അതൊരുപാട് മോട്ടിവേഷനുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ വളർന്നു വരുന്ന ഏതൊരു കുട്ടികളും സാധാരണ ഏറ്റവും കൂടുതലായിട്ട് കളിക്കുന്ന കളികളും ക്രിക്കറ്റ്, ഫുട്ബോൾ അതുപോലെയുള്ള ഗെയിംസാണ്. വനിതാ ക്രിക്കറ്റ് ടീമുള്ള പോലെ എന്തുകൊണ്ടാണ് വനിതാ IPL ഇല്ലാത്തതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ വനിതാ കളിക്കാർ? ചിന്തിച്ചിട്ടുണ്ട് മാം. കാരണം ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്ലെയേഴ്സ് കേരളത്തിലുണ്ട്. അവർക്ക് എന്തുകൊണ്ട് ഈ IPL എന്ന് പറയുന്നത് പോലെ ഒരു KPL കേരളത്തിൽ നടത്തിക്കൂടാ? എത്രത്തോളം ഈ IPL സെലക്ഷൻ കിട്ടിയെങ്കിൽ എത്രത്തോളം താരങ്ങൾക്ക് നമ്മുടെ ദേശീയ ടീമിലേക്ക് എൻട്രി കിട്ടാൻ ഇത് ഉപകരിക്കുമെന്ന് കരുതുന്നു? നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതിയിലാണ് കാണുന്നത്. എക്സ്പോഷർ വേറെ, ഇൻസ്റ്റൻറ്റ് ഫെയിം വേറെ. പക്ഷേ നമ്മുടെ ഇത് കഴിഞ്ഞിട്ടുള്ള റിയൽ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ക്രിക്കറ്റ് തന്നെയാണ്. IPLനും ടെസ്റ്റ് ക്രിക്കറ്റിലും പറഞ്ഞാൽ വളരെ വളരെ വ്യത്യാസമുള്ള 2 തരം കളിയാണ്. ഇതിൽ ഒരു ബോളറിന് 4 ഓവർ എറിഞ്ഞാൽ മതി. 20 ബോളിൽ ഒരു 30 റണ്ണോ 35 റണ്ണോ അല്ലെങ്കിൽ ഒരു എഡ്ജ് എടുത്ത് ഒരു 6 പോയാൽ ഒരു സൂപ്പർ ഹീറോ ആവുകയാണ് ഓവർനൈറ്റായിട്ട്. പക്ഷേ ടെസ്റ്റ് ക്രിക്കറ്റിൽ അങ്ങനെ ഒരിക്കലും നടക്കത്തില്ല. അത് ഹാർഡ് വർക്ക് തന്നെയാണ്. റിയൽ ടെസ്റ്റാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ പരിശീലനം, നമ്മുടെ എഫേർട്ട്, നമ്മുടെ ഫിറ്റ്നസ് ലെവൽ, നമ്മുടെ മെൻ്റൽ സ്ട്രെങ്ത്ത് ഇതെല്ലാം വരുന്ന ഒരു കാര്യമാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ. സോ തീർച്ചയായിട്ടും IPL കളിച്ചുകൊണ്ട് 7 പേര് കളിച്ചുകൊണ്ട് നാളെ നമുക്ക് കേരള ടീമിൽ നിന്ന് 7 പേര് ഇന്ത്യൻ ടീമിൽ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. പക്ഷേ തീർച്ചയായിട്ടും ഇതിൽ കളിക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞാൽ ബിലീഫ് വരും. പറയുമ്പോൾ നമുക്ക് കളിക്കാൻ പറ്റും. അവർ കളിക്കുന്ന ബാക്കിയുള്ളവരെ കാണുമ്പം നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ലെവൽ പ്ലേയിങ് ഫീൽഡ് എന്ന് പറയുന്ന ഒരു ഇതാണ്. നമ്മൾ വീട്ടിലിരിക്കുമ്പം TV കണ്ടുകൊണ്ടിരിക്കുമ്പം നമ്മൾ അവരായിട്ട് കമ്പയർ ചെയ്യില്ല, നമുക്ക് കളിക്കാൻ പറ്റും. പക്ഷേ നമ്മളൊരു നെറ്റ്സിൽ ബോൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരേ സമയത്ത് ഇപ്പം 2 ബോളേഴ്സ്, ഒരാൾ ഇൻ്റർനാഷണൽ ലെവലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബോളറും ഇപ്പം ഞാനിപ്പം കളിക്കാത്തൊരു ആൾ ബോൾ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ വിക്കറ്റ് 4 പ്രാവശ്യം എടുക്കുകയാണ്. മറ്റേ ബോളറിനെ സച്ചിൻ ടെണ്ടുൽക്കർ ഈസിയായിട്ട് കളിക്കുമ്പോൾ അപ്പോൾ എനിക്കൊരു തോന്നുന്നില്ല ഞാൻ അയാളെക്കാട്ടി ബെറ്ററാണ്, അയാൾക്ക് കളിക്കാമെങ്കിൽ എനിക്ക് ആ മെൻ്റൽ മേക്കപ്പ് വരാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഇത് എടുക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇതൊരു ഒരു ഈസി വേ അല്ലെങ്കിൽ ഇത് കളിച്ചു കഴിഞ്ഞാൽ അതിൽ തീർച്ചയായിട്ടും ഇന്ന് IPL കിട്ടി നാളെ ഇന്ത്യൻ ടീം എന്നുള്ള ഇത് കിട്ടത്തില്ല. തീർച്ചയായിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസയാണ്. ഈ ചെറുപ്പത്തിലുള്ള 18 വയസ്സിൽ അല്ലെങ്കിൽ 20 വയസ്സിൽ ഏറ്റവും മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് 20 lakhs ആണ് ഇതിൻ്റെ പൈസ കിട്ടുന്നത്. അതിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകുന്ന ആൾക്കാരായിരിക്കും 95%. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് എന്ന് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡ്, അവരുടെ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഈ IPL കളിക്കാൻ ഒരുപാട് ക്രിക്കറ്റേഴ്സ് IPLന് മാത്രമായിട്ട് അവരുടെ ഫിറ്റ്നസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് അടുത്ത കൊല്ലം IPL കളിക്കുക, ആ പൈസ ഉണ്ടാക്കുക,
വീട്ടിലിരിക്കുക, അങ്ങനത്തെ ഒരു ഈസി വേ നോക്കി പോകുന്നുണ്ട്. അത് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് തന്നെ നമ്മൾ കാണണം. കാണികൾ കൂടുന്നു, കളിക്കാർ കൂടുന്നു. പക്ഷേ ഇതാണോ യഥാർത്ഥ കളി? ഒരു 20 ഓവറിൽ കാണിക്കുന്ന ഈ അഭ്യാസമാണോ യഥാർത്ഥ ക്രിക്കറ്റ് എന്നുള്ളൊരു ചോദ്യം ഉയരുന്നത് ന്യായമല്ലേ? പക്ഷേ ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം, നമുക്ക് സ്പോർട്സിൽ സംഘാടകരായാലും കളിക്കാരായാലും അമ്പയറായാലും മറ്റ് ആരായാലും നിലനിൽപ്പിന് പണം ആവശ്യമാണ്, വരുമാനം ആവശ്യമാണ്. അതുകൊണ്ട് സ്പോർട്സിലേക്ക് സ്പോൺസേഴ്സ് വരണം, പണം വരണം, കമേഴ്ഷ്യലൈസ് ചെയ്യപ്പെടണം. പക്ഷേ അതിൻ്റെ അതിർവരമ്പ് വളരെ നേർത്തതാണ്. ഇത് അമിതമായ രീതിയിൽ ഏത് സ്പോർട്സും കമേഴ്ഷ്യലൈസ് ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ ഒരു അവസാനത്തിലേക്ക് ഈ കാര്യങ്ങൾ നയിക്കും എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇതിനെ കൈകാര്യം ചെയ്യാൻ, വളരെ സൂക്ഷിച്ച് തന്നെ വേണം. പണത്തിന് വേണ്ടി മാത്രം കളിക്കുക എന്ന ഇത് തീർച്ചയായും തള്ളിക്കളയേണ്ട ഒരു കാര്യം തന്നെയാണ്. പണത്തിന് വേണ്ടി മാത്രമായിരിക്കരുത്, പണം ആവശ്യമാണ്. പക്ഷേ കളിയോടുള്ള അതിൻ്റെ ട്രൂ സ്പിരിറ്റ് അല്ലെങ്കിൽ കളിയുടെ ആത്മാവ് ഒരിക്കലും ചോർന്നു പോകാത്ത രീതിയിൽ കളിയോടുള്ള ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് നിലനിർത്തുന്ന രീതിയിൽ ഉള്ള ഒരു കൾച്ചർ കളിക്കാർക്കിടയിലും അത് കാണികൾക്കിടയിലും ആവശ്യമാണ്. വൺ ഡേക്കോ അല്ലെങ്കിൽ ഒരു ടെസ്റ്റിലോ വേണ്ട ഒരു ടെക്നിക്കോ ടെമ്പർമെൻറ്റോ ഈ IPL ഉണ്ടോ? അത് IPL വേണോ? ഈ IPL ഈ കാലത്തിൻ്റെ ഒരു കളിയാണ്. അതുകൊണ്ട് ഇത് നിലനിൽക്കും എന്ന് ഞാൻ കരുതുന്നതേ ഇല്ല. കാലം മാറുമ്പോൾ മാറും. കാരണം ടെസ്റ്റ് ആകുമ്പോൾ ആദ്യം വെള്ളയും മാത്രമായിരുന്നു, പിന്നെ കളർ ജേഴ്സിയിലേക്ക് വന്നു വൺ ഡേയിൽ. അപ്പോൾ ടെസ്റ്റ് കുറച്ച് അൺപോപ്പുലറായി, വൺ ഡേയുടെ പിന്നാലെ എല്ലാവരുമായി. വൺ ഡേ ആയപ്പോൾ ഒരു ദിവസവും ക്രിക്കറ്റിന് വേണ്ടിയിട്ട് ഇരിക്കാൻ കഴിയുന്നില്ല. ഇത് പെട്ടെന്ന് തീരണം. 20 ഓവർ കൊണ്ട് സംഭവം കഴിഞ്ഞ് കിട്ടണം. ജയിക്കുന്ന ആര് തോക്കുന്ന ആര്. 3 ദിവസം ഇരിക്കാനുള്ള ക്ഷമ പോയി, ഒരു ദിവസം ഇരിക്കാനുള്ള ക്ഷമ പോയി. അപ്പോൾ ഇപ്പോഴത്തെ കാലത്തിൻ്റെ പ്രത്യേകതയാണ്, നമുക്ക് അങ്ങനെ ഒരു ക്ഷമയില്ല ഒന്നിനും വേണ്ടിയിട്ട്. ശുദ്ധ സംഗീതം എന്ന് പറയുന്ന പോലെ യാഥാസ്ഥിതിക ക്രിക്കറ്റ് പ്രേമികൾക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന, നേരത്തെ ചോദിച്ചതുപോലെയുള്ള അംശങ്ങളില്ലാത്തതാണ് IPL. അതിൻ്റെ പിന്നിൽ ലേലം, പിന്നെ കളിക്കാർ, വളരെ പ്രധാനപ്പെട്ട കളിക്കാർ, നമ്മൾ ആരാധിച്ചിരുന്ന ആളുകൾ ലേലത്തിൽ ഒരു ടീമും എടുക്കാതെ പുറത്തു പോയി എന്നൊക്കെ പറയുമ്പോൾ അയാൾക്കുണ്ടാകുന്ന വല്ലാത്ത ഒരു ഹ്യൂമിലിയേഷൻ എത്ര വലുതാണ്, എത്ര പെട്ടെന്നാണ് വേണ്ടാതാവുക. ഇത് കളി സെലക്ടർ വേണ്ടാതാക്കിയല്ല, ലേലത്തിൽ വേണ്ടാതാവുകയാണ്. ഈ IPL-ന്റെ ഒരു പ്രശ്നം അതാണ്, ലേലത്തിൽ കൊമേഴ്ഷ്യലൈസ് ചെയ്യല്ല, കൂടുതൽ കോർപ്പറേറ്റ് ചെയ്യാം. അതെ, ഇതിൻ്റെ വിപണി മൂല്യങ്ങളില്ല. ഒരു 2010 ഇന്ത്യയിൽ IPL-ന്റെ വിപണി മൂല്യം 18,000 കോടി ആണ്. ഇന്ത്യൻ 2010 വിപണി മൂല്യം 18,000 കോടിയായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഇനി ഇതിൽ ഓരോ കമ്പനിയുടെയും ഓരോ ടീമിൻ്റെ മൂല്യങ്ങൾ വേറെയുണ്ട്. ഷാരൂഖ് ഖാൻ ചെയ്യുന്ന ടീമിന് കളി ജയിച്ചില്ലെങ്കിലും മൂല്യം കൂടുതലാണ്. കാരണം അത് ഷാരൂഖ് ഖാൻ്റെ ടീമാണ്. ഷാരൂഖ് ഖാൻ്റെ ടീം അല്ല, 2 തവണയും ജയിച്ചത് ചെന്നൈയാണ്. പക്ഷെ ആ 2 വർഷവും മൂല്യം കൂടുതലുണ്ടായിരുന്ന ടീം ഷാരൂഖ് ഖാൻ്റെ ടീമാണ്. അപ്പോൾ ഇത് കോർപ്പറേറ്റ് ആണ്, തീർച്ചയായിട്ടും കോർപ്പറേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് ഈ കാലത്തിൻ്റെ കളിയാണ്. ഈ കാലത്തിൻ്റെ കളി ആയതുകൊണ്ട് തന്നെ ഇത് മടുക്കും. ഇത് മടുത്തിട്ട് എല്ലാവരും വീണ്ടും വൺ ഡേയിലേക്കല്ല, വീണ്ടും വെള്ളയിലേക്കും പോകുന്ന ഒരു കാലം വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പുതിയ തലമുറ എന്ത് കരുതുന്നു? വൺ ഡേ മാച്ച്, ടെസ്റ്റ്, IPL, നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം IPL മത്സരങ്ങൾ തന്നെയാണോ? ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നുള്ള റൺസ്, പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. കളിയിലാണെങ്കിൽ തന്നെ ഫാസ്റ്റ്, ഇപ്പോൾ പുതിയ ഷോട്ട് സെലക്ഷൻസ്. ഇപ്പോൾ ധോണി ഇപ്പോൾ ഒരു ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞ ഷോട്ട് ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ കാര്യമാണെന്ന് വെച്ചാൽ ഭയങ്കര സ്റ്റൈലും കാര്യങ്ങളൊന്നും ഇല്ല. ബോൾ എങ്ങനെ പിക്ക് ചെയ്യുന്നത്, എത്ര ഫാസ്റ്റ് എറിയുന്നത്, ബോൾ എത്രയും പെട്ടെന്ന് പിക്ക് ചെയ്ത് അപ്പുറത്തേക്ക് ഇടുക. പിന്നെ കോപ്പി ബുക്ക് സ്റ്റൈൽ അങ്ങനത്തെ കളിയൊന്നും ഇപ്പോൾ പൊതുവെ പ്ലേയേഴ്സിൽ കാണാറൊന്നുമില്ല. ഇന്ത്യൻ ക്രിക്കറ്റിലായാൽ തന്നെ ഇപ്പോൾ കോപ്പി ബുക്ക് സ്റ്റൈൽ കളിക്കുന്ന കുറച്ച് മുരളി വിജയ് അങ്ങനെ കുറച്ച് പ്ലേയേഴ്സ് തന്നെ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാം ധോണിയുടെ പ്ലെയർ തന്നെയാണെങ്കിൽ തന്നെ എങ്ങനെ ബോൾ എറിയുന്നു, ആ ബോൾ അതെങ്ങനെ അതിനെ ഹിറ്റ് ചെയ്യുന്നു, മാക്സിമം എങ്ങോട്ട് റൺ സ്കോർ ചെയ്യുക, അതിലാണ്.